മമ്പാടിന്റെ അറസ്റ്റിനെ തുടർന്ന് വലിയ പ്രചാരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം കൂടെ ലഹരിന്റെ കുടുംബം കൂടെയില്ല, അദ്ദേഹം ഒറ്റയ്ക്കാണ്, അത്തരത്തിൽ പലവിധ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബമാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ പിലിപ്പ് മാമ്പാട സാറിനെ പറ്റിയിട്ട് ഇത്രത്തോളം വിമർശനം ഉന്നയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാൾ സാധാരണ ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ സാധാരണ ഒരു പൗരനോ സാധാരണ നമ്മൾ കാണുന്ന ഒരു മനുഷ്യനോ അല്ല. ആയിരങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാരെന്ന് പറഞ്ഞാൽ അയാളെ ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ അടുത്ത് നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാളും പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് മാമ്പാടം സാറിനെതിരെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അത് കൃത്യമായിട്ട് അന്വേഷിക്കാതെ അത് ചെയ്യാതെ ഒരാൾ പോയിട്ടും അയാളുടെ കൈവില് അണിയിക്കും അല്ലെങ്കിൽ അയാൾക്ക് മാസ്ക് മേടിച്ച് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഒരു മാസ്കും വെക്കേണ്ട ആവശ്യമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒരു മാസ്കും വെക്കണ്ട. അതുപോലെ തന്നെ അങ്ങനെ പിടികൂടിയിട്ട് ഇത്രയും ദിവസങ്ങളായി. ഈ ദിവസങ്ങളിൽ മകളോ ഭാര്യയോ ഒരാളെങ്കിലും, ഞാൻ പലപ്പോഴും ഈ വീഡിയോയിലൂടെ പറഞ്ഞാണ്, ഭാര്യ വന്ന് പറയണം. അതായത് ഞാൻ ഭർത്താവിൻ്റെ കൂടെ കുട്ടിക്കൽ ജയേന്ദ്ര കണ്ടില്ലേ, അയാളെ കണ്ടില്ല, അയാളെ ഭാര്യ കട്ടക്കുന്നില്ല. എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യത്തില്ല, എനിക്ക് 100% ഉറപ്പുണ്ടെന്നുകൊണ്ട് അവർ കൂടെ നിന്ന് കണ്ടില്ലേ. അതേപോലെ നിവിൻ പോളീനെ കണ്ടില്ലേ നിങ്ങൾ? ഞാൻ പറഞ്ഞല്ലോ, നിവിൻ പോളീനെ കണ്ടില്ലേ. ഞാൻ ചെയ്യത്തില്ല, എനിക്കൊരു മാസ്കും വേണ്ട, ഒരു ഇതും വേണ്ട, എനിക്ക് ജാമ്യം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ചെയ്തിട്ടില്ല. അതാണ് നിവിൻ പോളി എടുത്ത നിലപാട്. അയാളല്ലാതെ ഒളിവിൽ പോയി നേരെ പോയിട്ട് മുൻകൂർ ജാമ്യത്തിന് എടുത്തിട്ടുണ്ടെങ്കിലേ അയാൾ ആളെ തീർന്നു എന്നേ പറയുള്ളൂ. അയാൾ ചെയ്തിട്ട് എൻ്റെ അടുക്ക ഒരു ആരോപണം വന്ന് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ഇനി എന്ത് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ മരിക്കുന്നുണ്ടെങ്കിൽ ആ സത്യം അതായിരിക്കും, ഞാൻ ചെയ്തിട്ടില്ല, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ പിലിപ്പ് അങ്ങനെ ഒരു മനുഷ്യനാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇവര് വന്ന് പറയണം. ഇപ്പോഴും ഇവർ പറയുന്നത്, ഇപ്പോഴും ഇവർ ഇന്റർവ്യൂ കൊടുത്തത് ഭയങ്കര ഫോളാണ്. എനിക്ക് എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് മനസ്സിലാകും. ഒന്നിക്കൽ ഇതിൻ്റെ അകത്ത് വേറെ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി പറ എന്തെങ്കിലും, ഇല്ലെങ്കിൽ ആ മനുഷ്യൻ മരിച്ചു കളയൂ, അല്ലെങ്കിൽ പിന്നെ മകൾ എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നും എനിക്കറിയണ്ട എന്നെന്തോ പറഞ്ഞു കൊടുത്ത് അവരെ നിർബന്ധിച്ച് കൂട്ടി വന്ന പോലെയാണ് എനിക്ക് ഇന്റർവ്യൂ കണ്ടപ്പോൾ തോന്നിയത്. അതുപോലെ ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രശ്നമില്ലാത്ത വീടുകളുണ്ട്. എൻ്റെ പൊന്നു സഹോദരി, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി നാറ്റക്കേസുള്ള വീടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. പ്രശ്നം ഉണ്ടാവും, പക്ഷെ ഇമാതിരി കൂതറ പ്രശ്നം ഉണ്ടാവില്ല. എൻ്റെ പൊന്നു സഹോദരി, അങ്ങനെ ഒരു പ്രശ്നമുള്ള വീടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശ്നമില്ലാത്ത എന്താ പറയുക, ഇങ്ങനെയൊരു പ്രശ്നമുള്ള വീടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഒരു ഭാര്യ അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പം നിങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ പിന്നെ എന്താ പറയേണ്ടത്, പിന്നെ വേർപിരിഞ്ഞാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ബിസിനസ് ഉണ്ട്, ഞാൻ അതുപരമായിട്ട് പോവുകയും വരിക ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. അത് എനിക്ക് തോന്നിയാന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ നല്ല രീതിയിലുള്ള പ്രശ്നമുണ്ട്, നല്ല രീതിയിലുള്ള വിഷമമുണ്ട്, നല്ല രീതിയിലുള്ള ഇതുണ്ട്. നിങ്ങൾ ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല. കാരണം പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. അതായത് നിങ്ങളുടെ ഭർത്താവ് നല്ലവനാണ് എന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, എൻ്റെ ഭർത്താവ് നല്ലവനാണ്, അദ്ദേഹം അത് ചെയ്യത്തില്ല എന്ന ആർജവത്തോടു കൂടി നിങ്ങൾ വന്ന് പറയണം. അല്ലാതെ നിങ്ങൾ ഈ അവസരത്തിൽ തകർന്നു പോയി എന്നൊന്നും അല്ല പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും വെറുതെ ഒന്നും പോയിട്ട് ഒരാൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല. വെറുതെ ഒന്നും പോയിട്ട് ഈ കേസിനെ ഇപ്പോൾ തൊടൂല. അയാളൊരു പോലീസ് ഓഫീസറാണ്. അപ്പൊ അയാൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ ഒരുപാട് പേര് കൗൺസിൽ ചെയ്തതിന് ശേഷം, ഇതൊരു സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനെ കുറ്റം പറയുന്നില്ല, സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ അങ്ങനെയല്ല, പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയി. പക്ഷെ ഇതങ്ങനെയല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഇതിന്റെ പുറകിൽ ഇറങ്ങുള്ളൂ, അല്ലാതെ ഒന്നും ഇറങ്ങത്തില്ല. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് നിങ്ങൾ നല്ല രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് കൂടി പങ്കുണ്ട്. പിന്നെ ചില വീട്ടിലെന്ന് പറഞ്ഞാൽ വില്ലന്മാരായ ഭർത്താക്കന്മാരുണ്ട്, ഭാര്യ പറഞ്ഞ് ഒരു വസ്തു പോലും കേൾക്കാത്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മിക്ക വീടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവും തമ്മിൽ മിണ്ടിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാവും. ആ പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകും. പിന്നെ എല്ലാം കേസാകുന്നില്ല. കാരണം എന്താ പറയുക, ഇത് കേസായത് എന്താ അറിയാം, ഇത് കേസായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായവും മറ്റേ ഇതെല്ലാം പരിഗണിച്ചിട്ടാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കുറേ വയസ്സ്, ഒരു 10-25 വയസ്സ്, ഒരു ചുക്കും ഉണ്ടാവില്ല, ഒരു ഒലക്കി ഉണ്ടാവില്ല. മനസ്സിലാക്കണം നിങ്ങൾ. അതൊക്കെ എന്ന് പറഞ്ഞാൽ അയാളെ തോന്നിവാസം എന്നേ പറയുള്ളൂ. പക്ഷെ ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നാട്ട കൊണ്ടില്ലേ, നാട്ടാന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ കയറ് പിന്നെ എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനം, വിറകൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ആ നാട്ടെ എടുത്തിട്ട് കൊടുക്കണം എന്നേ ഞാൻ പറയുള്ളൂ. മനസ്സിലായി? അമ്മാതിരി തോന്നിവാസം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തനെയും പേടിക്കേണ്ട സഹോദരി. ചെയ്തിട്ടില്ലെങ്കിലേ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ആർജവത്തോടു കൂടി പറയും. അതാണ് ഞാൻ ചെയ്തിട്ടില്ല. അതാണ് നമ്മളെ ഇത്. മനസ്സിലായി? വെറുതെ ഒന്നും ഒരുത്തിനെ പിടിച്ചിട്ട് ഇപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പിന്നെ എന്താ പറയുക, വെറുതെ പോയോനെ ചൂണ്ടിക്കാണിച്ചാൽ പോരെ, അത് മതിയല്ലോ.
പക്ഷെ അപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല ഞാൻ. അതായത് ഈ ജയചന്ദ്രൻ പറയുന്നത് എന്താ, ഞാൻ ശ്മശാനത്തിൽ കിടന്നുറങ്ങിയവനാണ്, ഞാൻ അവിടെ കിടന്നുറങ്ങിയവനാന്ന് പറയുന്നുണ്ട്. അയാൾ ചെയ്തിട്ടില്ല, അയാൾ അവസാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറ്റമുക്തനാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു മാഷ് പെട്ടുപോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പെടുമ്പോഴും എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നത്? അതുപോലെ തന്നെ കുടുംബം അന്നേ വന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു മനുഷ്യന്മാർ പോലും ഇയാളെ അവിശ്വസിക്കത്തില്ല. ഒരു മനുഷ്യന്മാരും ഇയാളെ വിട്ടു പോകത്തില്ല. അന്ന് സഹോദരി വന്നിട്ട് ഈ ഒരു ആർജവം കാണിച്ചിരുന്നുവെങ്കിൽ, ഇപ്പൊ കാണിച്ചപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വൈകിപ്പോയി എന്നേ ഞാൻ പറയുള്ളൂ. ഇച്ചിരി വൈകിപ്പോയി, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ക്ലിപ്പിങ്സ് എല്ലാം പുറത്തു വരാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമല്ല എന്നാണ് ഇപ്പോഴും ചെറിയ തോതിലൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിനെ ഒരു വിശ്വാസത്തിൽ എടുക്കാനുള്ളൊരു ഇത് കാണുന്നില്ല. അയാൾ ഇനിയിപ്പോഴും ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വന്ന് കഴിഞ്ഞാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതായിരുന്നു. പിന്നെ നിങ്ങളുടെ മുഖത്ത് തന്നെയുണ്ട്, നിങ്ങൾ അവസാനം ഇത് പറഞ്ഞിട്ട് ഇതെല്ലാം കൊളാക്കിയെന്നേ ഞാൻ പറയുള്ളൂ. ഏതായാലും അവർ പറയുന്ന ആ ഒരു കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അവസാനം വന്ന് പറഞ്ഞിട്ട് ഏത് വീട്ടിലാണ് പ്രശ്നമില്ലാത്ത പ്രശ്നം, എൻ്റെ പൊന്നു പെങ്ങളെ ഇതുപോലെയുള്ളൊരു പ്രശ്നമുള്ള വീടൊന്നും ഇല്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറയുന്നത് പറഞ്ഞു കൊടുക്കട്ടെ, ഇതുപോലെയുള്ളമാർക്കൊക്കെ നമുക്ക് ജയിലിൽ കൊണ്ടിടേണ്ടിയാണ്. മമ്പാടിന്റെ അറസ്റ്റിനെ തുടർന്ന് വലിയ പ്രചാരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം കൂടെയില്ല, ലഹരിന്റെ കുടുംബം കൂടെയില്ല, അദ്ദേഹം ഒറ്റയ്ക്കാണ്. അത്തരത്തിൽ പലവിധ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബമാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇസ എന്ന ഡോളി, മകൾ അമേയ, ഒപ്പം അദ്ദേഹത്തിന്റെ അഭിഭാഷകനും നമ്മുടെ കൂടെയുണ്ട്. വലിയ പ്രചാരണങ്ങളാണല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ. കുടുംബം കൂടെയുണ്ട് എന്ന് തന്നെ ഒരു വലിയ സന്ദേശമാണോ നൽകുന്നത്? അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഈ കേസ് നിയമപരമായിട്ടുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. അതെ, വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ. എന്തിനെ തളർത്തണം നിങ്ങൾ എന്തിനെ തളർത്തണം? നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരച്ചിലും വീഴ്ചലും ഒന്നും അല്ല വേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോൾഡായി നിൽക്കുക വേണ്ടത്. എൻ്റെ ഭർത്താവ് അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ബോൾഡായി നിൽക്കല്ലേ വേണ്ടത്. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ അവരുടെ മുഖഭാവം കണ്ടറിയാം, അവർ ഒരുപാട് ദുഃഖത്തിന്റെ ഉള്ളിലാണുള്ളത്. അവർക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട്. അവർ പലപ്പോഴും പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ഫിലിപ്പ് അയാളുടെ അഹങ്കാരം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവരൊരിക്കലും കുറ്റം പറയത്തില്ല. ഇവർ ഒരുപാട് അനുഭവിച്ചവരായിരിക്കും. ചിലപ്പോഴേ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നൊന്നല്ല ജീവിതം. ചിലപ്പോഴേ ഇവർ ഒരുപാട് അനുഭവിച്ച് അങ്ങനെ മാനസികപരമായിട്ട് എനിക്ക് തോന്നുന്നത് ആ വെറുതെയുള്ള ഭാര്യയിലൊക്കെ ഉള്ള സ്ത്രീയാണോ ഇത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ വെറുതെയുള്ള ഭാര്യ കഴിഞ്ഞതിന് ശേഷം ഒരു സീരിയൽ, രാജസേനന്റെ ഭാര്യയായിട്ട് ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അവരാണോ ഇപ്പോഴും? നിങ്ങൾ നോക്കാവുന്നേ, അവർ ഒരുപാട് വിഷമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ഇപ്പൊ ഞങ്ങള് മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. നമ്മളിപ്പോൾ നിയമപരമായിട്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ട് നാസർ വക്കീലിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം പറയുന്നത് നമുക്ക് നിരപരാധിത്വം തെളിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൽ അപ്പുറം കൂടുതലൊന്നും നമുക്ക് ഇനിയിപ്പോൾ പറയാനില്ല. കുടുംബം കൂടെയുണ്ട്. കുടുംബം കൂടെയുണ്ട്. കുടുംബം പപ്പയുടെ കൂടെയാണ്, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. യാതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്കില്ല. മറ്റ് പ്രചാരണങ്ങൾ പറയുന്നവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. സത്യാവസ്ഥ എന്താ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കെന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കുക മാത്രമേ നമ്മളുടെ ഉത്തരവാദിത്തമേ ഉള്ളൂ. ഇപ്പോൾ അതിപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പല പ്രചാരണങ്ങളും നടക്കുന്നത് താങ്കൾ ഫിലിപ്പ് സാറിന്റെ കൂടെയല്ല, വേറെയാണ് താമസിക്കുന്നത്, വീട്ടിൽ ആരുമില്ല, അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ്. എനിക്കൊരു ബിസിനസ് ഉണ്ട്, അതിന്റെ കാര്യത്തിന് ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട്. അവിടെ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. പിന്നെ എല്ലാവരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ, എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. അതിപ്പോ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കാണും. അത് സ്വാഭാവികമല്ലേ. കുടുംബത്തിൽ പ്രശ്നങ്ങളിൽ കുടുംബം ഇല്ല, അത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. ഈ കേസ് ആസൂത്രിതാണ് അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ട് പരാതിയെ കുറിച്ച്? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ കേസ് അപ്പോ ഇവർ ലാസ്റ്റ് കൊണ്ടുപോയിട്ട് കലോട്ട് ഉടച്ചു എന്നേ അറിയുന്നുള്ളൂ. എല്ലാ വീട്ടിലും കുടുംബ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തോന്നല്ല ഇത്. പിന്നെ ഞാനിവിടെ ഇല്ല പറയുമ്പോൾ ആ പെൺകുട്ടി ആളുടെ എന്താ പറയേണ്ടത് ഇവിടെ ഇവരുടെ. പിന്നെ അതുമാത്രമല്ല, ആ ഒരു സംഭവം നടക്കുമ്പോഴും അവർ ഇവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായി പറയുന്നത് എൻ്റെ ഈശ്വര. ഇതെന്താ തീയില്ലാണ്ട് പുകയുണ്ടാവോ? ഇവിടെ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞു അവരെന്ന് പറഞ്ഞാൽ കാട് കയറിപ്പോയി. നന്ദി, നമസ്കാരം. എന്തായാലും ഫിലിപ്പ് നിരപരാധിയാണെങ്കിൽ രക്ഷപ്പെട്ടെ, അതൊന്നും നമുക്കറിയില്ല. ഇനി എങ്ങനെയാണ് ഇയാളുടെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നത് അതൊക്കെ ഒന്ന് പറയണം. ഇനി അതാണെങ്കിൽ അത് ശരിയല്ലെങ്കിൽ അതും കൂടി പറയണം എന്നേ എനിക്ക് പറയുള്ളൂ. നന്ദി, നമസ്കാരം.